എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡിസൽഡോഫിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിലൊന്നായിട്ടുള്ള നമ്മുടെ റൈൻ ടവർ കാണാനാണ്. ഇന്ന് ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ, ശ്രീയില്ല. അപ്പോൾ ഞങ്ങൾ ട്രാവലാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബെൻട്രാത്തിൽ നിന്ന് ട്രാവൽ കയറി റൈൻ ടവറിന് അടുത്തുള്ളൊരു സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങനെയാണ് പോകുന്നത്. ഇന്നിവിടെ വെതറൊക്കെ നല്ല സൂപ്പറാണ്. 17 ഡിഗ്രിയാണ്. വലിയ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പ്. നമ്മുടെ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങളിവിടെ ട്രാമിൻ്റെ സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട് ട്രാം. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രാമിൽ കയറി ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് അല്ലേ? അരമണിക്കൂറുണ്ട്. കുറേ സ്റ്റോപ്പുകളുണ്ട്, ഇരിക്കാൻ കുറേ സമയമുണ്ട്. ശരിക്കും ബെൻട്രാത്ത് ട്രാമിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറുമ്പോൾ പിന്നെ നമുക്ക് തിരക്കുണ്ടാവില്ല. കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ 3 പേരും കൂടെ ട്രാമിൽ കറങ്ങാൻ പോണത്. വിൻ്റർ ആകുമ്പോൾ പിന്നെ കറക്കമൊന്നുമില്ല, മടിക്കും. ഇപ്പം ഇന്നിപ്പോൾ നല്ല വെതറായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചുറ്റിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ റൈൻ ടവറിന് അടുത്തുള്ള സ്റ്റോപ്പിലിറങ്ങി. ട്രാം പോയി പോവാം. ഞങ്ങളിങ്ങനെ റൈൻ ടവറിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതേ കാണുന്നതാണ് റൈൻ ടവർ. ഈ ടവറിന് 240 മീറ്ററാണ് ഉയരം. ഇത് ആദ്യം നിർമ്മിച്ചത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറായിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വരും. ഇതിന്റെ ഏറ്റവും മുകളിൽ കയറി നിന്നാൽ അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അതിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര രസമാണ്. നമ്മുടെ ഈ ഡിസൽഡോഫ് സിറ്റി മുഴുവനായിട്ട് നമുക്ക് അതിൽ കൂടെ കാണാം. അപ്പൊ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഒരു ഹൈ സ്പീഡ് എലിവേറ്റർ ഉണ്ട്, അതിൽ കൂടെ നമുക്ക് മുകളിലെത്താം. പിന്നെ ഏറ്റവും മുകളിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റില് അതൊരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ആണ്. ഒരു മണിക്കൂറിൽ അതൊരു 360 ഡിഗ്രി കറങ്ങി വരും. പക്ഷെ നമ്മൾ ഇന്ന് ആ റെസ്റ്റോറന്റിലോട്ട് പോകണ്ട, അതിന് താഴെയായിട്ടൊരു കഫേ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. പോവാം. വാത്തുന് അവിടുത്തെ കഫേ കയറി കേക്ക് വേണം, ജ്യൂസ് വേണം, അതെങ്ങനെ വാത്തു അല്ലെ? വാത്തു സുഷി ഉണ്ടോ? സുഷി ഒന്നുമില്ല. പോവാം. ഡിസൽഡോഫിലെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രക്ചറാണ് ഈ ടവർ. പിന്നെ റൈൻ നദിയുടെ തീരത്താണ് ഈ ടവർ. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. എന്തോ ഉയരം അല്ലേ? പെട്ടെന്ന് മുകളിലെത്തും കേട്ടോ. ഭയങ്കര സ്പീഡുള്ള സംഭവമാണ് ആ എലിവേറ്റർ. അതിൽ പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാം. നേരെ പോയി ടിക്കറ്റൊക്കെ എടുക്കും. അതെ, നമ്മളൊരു ഫാമിലി ടിക്കറ്റ് എടുത്തു. അതിൽ എല്ലാം കൂടെ 30 യൂറോയായി, ഏകദേശം ഒരു 3000 രൂപ നാട്ടിൽ. അപ്പോൾ ഈ 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്യണം. അവിടെ ആ സൈഡിൽ എലിവേറ്റർ ഉണ്ട്, അവിടെ കയറി മുന്നോട്ട് പോകാം. ഇത് പിടിച്ചോ. നമ്മൾ എലിവേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതിവിടെ മീറ്റർ കണക്കാണ്, 100 അല്ല. ഇത് 50-40 ഒക്കെ ആയിക്കൊണ്ടിരിക്കുക, താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് കയറാൻ. ഇവിടെ വെയിറ്റിംഗ് ഏരിയ, കുറച്ച് സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്തി. ഞങ്ങൾ അങ്ങനെ ഏറ്റവും മുകളിലെത്തി. 168 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇത് കണ്ടോ, ഇതാണ് ആ ഒബ്സർവേഷൻ ഡെക്ക്. ഈ ഒബ്സർവേഷൻ ഡെക്കിലൂടെ നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഡിസൽഡോഫ് സിറ്റി മുഴുവനായിട്ട് കാണാം. പക്ഷെ ഇന്നിപ്പോ ഇച്ചിരി മൂടലുണ്ടല്ലേ? സ്കൈ ഇച്ചിരി മൂടലുണ്ട്. അത്ര ക്ലിയർ ആണ്. അതുകൊണ്ട് ഒത്തിരി ദൂരമുള്ളതൊന്നും കാണാൻ പറ്റില്ല. താഴെ കാണുന്നതെല്ലാം നമ്മുടെ സിറ്റിയാണ്. റൈൻ റിവർ കണ്ടോ? കാണിച്ച റൈൻ റിവർ ഇവിടെ താഴെ നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളൊക്കെ. ഇതുവഴി നിങ്ങളിപ്പോ
ഇതിങ്ങനെ ഗ്ലാസ് വിൻഡോ ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇതെല്ലാം കാണാം. ഇതിനെ പനോരമ ഡെക്ക് എന്നാണ് വിളിക്കണം. ഇവിടെ ഒരു കഫേയും ഒരു കോഫി കുടിച്ചൊക്കെ ഇങ്ങനെ ചില്ലായിട്ടിരിക്കാം, വ്യൂ ഒക്കെ കണ്ട്. നമുക്കും കുറച്ചു നേരം ഇവിടെ ചില്ലായിട്ടിരിക്കാം. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ, നമുക്കും ചില്ല് ചെയ്തിരിക്കാം അവിടെ. ഞങ്ങൾ കുറച്ച് കോഫിയും കേക്കും ഒക്കെ കൊണ്ടുവരുന്നു. ശരിക്കും ഇവിടെ രാത്രി ഭയങ്കര വ്യൂ ആണ്. ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും. ഈ ടവറിലും ലൈറ്റ് ആയിരിക്കും, പിന്നെ ഈ ചുറ്റുമുള്ള ലൈറ്റ്സ് എല്ലാം കൂടെ കാണാൻ ശരിക്കും രാത്രിയാണ് കൂടുതൽ ഭംഗി. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ ടവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ ഡിജിറ്റൽ ഓഫ് സിറ്റി മുഴുവനും കാണാം അല്ലെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ നടന്ന് കാണാം. ഇങ്ങനെ ഫുള്ള് ഒരു റൗണ്ട് ആണ്. ഈ റൗണ്ട് ഇങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ ഫുള്ള് കാണാം. അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് കോഫി കുടിച്ചിട്ട് ആ സൈഡ് അല്ലെ, എയർപോർട്ടിൽ പോകാൻ തന്നെ എയർപോർട്ട് സൈഡ് പോകാം. മാത്തുവിന് ഇതൊന്നും അറിയുന്നില്ല. മാത്തു മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് മാത്തുവിന് ഇതൊന്നും ഒരു പുതുമയല്ല എന്നാണ്. മാത്തു ഫുള്ള് കേക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലെ മുത്തേ. ചുറ്റി ഒന്ന് കാണണ്ടേ, ചുറ്റി ഒന്ന് കണ്ട് നമ്മൾ എയർപോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ വെണ്ട്രാത്തൊക്കെ ഈ ഡയറക്ഷൻ ദൂരെയാണ്. ഇപ്പോൾ ഒരു മങ്ങലുണ്ട്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാനൊന്നും പറ്റത്തില്ല ആ ഭാഗം. ഇവിടെ ഒരു പേരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡയറക്ഷനിൽ മെയിനായിട്ടുള്ള. ഇവിടെ കൊളോൺ, ലെവർകൂസൻ അതൊക്കെ ഈ ഭാഗത്താണ്. പിന്നെ നമ്മുടെ ബെൻഡ്രാത്തിനടുത്തുള്ളൊരു കമ്പനിയുണ്ട്, അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ആ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചുറ്റിലും ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പിന്നെ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ റൈൻ റിവറിന്റെ ആ ഒരു ഭീകരത മനസ്സിലാവണത് അത് ഇതിൽ നോക്കുമ്പോഴാണ് പേടിയാവണം. ഇവിടെ നിൽക്കും രക്ഷയില്ല. ഒരു ഭംഗിയല്ലേ ഈ ബ്രിഡ്ജൊക്കെ. നമ്മൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ബ്രിഡ്ജാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ, ഇത്രയും ബോട്ടുകളും ഒക്കെ പോകുന്നുണ്ട്. ആ കാണുന്നതാണ് എയർപോർട്ട് അവിടെ അല്ലേ, ആ കാണുന്നത്. ആ അതെ, എയർപോർട്ടിന്റെ അവിടുത്തെ നമ്മൾ ഇരുന്ന സ്ഥലത്തെക്കാട്ടിലും ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിന്റെ കുറച്ചുകൂടെ നല്ല രസം. റൈൻ കണ്ടപ്പോഴാണ് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നണം. ഗ്ലാസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ നേരെ ചെന്നത് വീഴാം. അയ്യോ, അവരുടെ ഓരോരോ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹാർബർ പോലത്തെ സംഭവം. ഹാർബർ ഒരു വാക്ക് വേ, അവിടെ ഒരു വാക്ക് വേ. ഇങ്ങനെ നോക്കുമ്പോ ഇതിന്റെ മുകളിൽ നോക്കുമ്പോഴാണ് ഒത്തിരി ഡയറക്ഷൻ ഒക്കെ മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന റൈൻ ടവർ ആണ് വേൾഡിലെ ലാർജസ്റ്റ് ഡിജിറ്റൽ ക്ലോക്ക്. ഇതിന്റെ പില്ലറിൽ കുറെ ലൈറ്റ് ഇങ്ങനെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേക രീതിയിൽ. അപ്പൊ അതിങ്ങനെ രാത്രി ഇലുമിനേറ്റ് ചെയ്യും. അപ്പൊ അത് ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിന്റെ പില്ലറിലാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ രാത്രിയിലല്ലേ കാണാം. രാത്രിയിലേ കാണാൻ പറ്റും, പകലങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ദൂരത്ത് നമ്മൾ ഈ പാലത്തൂടെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ എലിവേറ്ററിന്റെ മുന്നിൽ ഇച്ചിരി തിരക്കുണ്ട്. നമുക്കിനി ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാം. ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.